പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. PSCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളുമെല്ലാം വിശദീകരിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും സംസാരിക്കാൻ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ CAP അനിൽകുമാർ MLA ഇവിടെ ഉണ്ട് താൻ. ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൂടെ കടന്നു വരുമ്പോൾ അവിടെ മുഴുവൻ സമരങ്ങളുടെ പരമ്പരയാണ്. നിരവധിയായ സമരങ്ങൾ നടക്കുകയാണ്. ഞാൻ ലോട്ടറി സമരം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് പോയിട്ട് വയറ്റിൽ കത്രികയിട്ട് തുന്നിക്കെട്ടിയതിൻ്റെ വേദനയുമായിട്ട് കഴിഞ്ഞ 6 വർഷം തള്ളി നീക്കുന്ന ഹർഷീന എന്ന യുവതി നടത്തുന്ന സമരത്തിൻ്റെ സ്ഥലത്ത് പോയി അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആശാ വർക്കർമാർ അവരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൻഷനേഴ്സും അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് വന്നപ്പോൾ കുറച്ച് PSC ജീവനക്കാരുടെ സമരവും അവിടെ കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഭരണകക്ഷിയെ പിന്താങ്ങുന്ന ആളുകൾ പോലും ഇന്ന് സംതൃപ്തരല്ല. കേരളത്തിലെ സർവ്വജനങ്ങളെയും കണ്ണീരിലാഴ്ത്തിയ ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളും ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ജോലി ഭാരത്തിനനുസരിച്ച് ജീവനക്കാരില്ല. പരീക്ഷാ നടത്തിപ്പിൻ്റെ അപാകതകൾ കൊണ്ട് കുറേ തസ്തികകൾക്ക് ഒന്നിച്ച് പരീക്ഷ നടത്തുന്നു. അവസാനം അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുന്ന ആളുകൾക്ക് വിവിധ പരീക്ഷകൾ അല്ലെങ്കിൽ വിവിധ ജോലികൾക്കായിട്ട് അവർക്ക് സെലക്ഷൻ ലഭിക്കുന്നു. അവർ ജോയിൻ ചെയ്താൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. PSCയിൽ പോലും അങ്ങനത്തെ സംഭവം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് PSCയുടെ നയത്തിൻ്റെ തെറ്റാണ്. പരീക്ഷകൾ നടത്തുന്ന കാര്യത്തിലുള്ള അവരുടെ പരാജയമാണ്. സർക്കാർ നിങ്ങൾക്ക് നൽകുന്ന ജോലി ഭാരം അധികമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് യുവജനങ്ങൾ, പഠിച്ചവർ, അഭ്യസ്ത വിദ്യർ, അവരുടെ കുടുംബാംഗങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനെ ആശ്രയിച്ച് കാത്തു നിൽക്കുകയാണ്. അപേക്ഷ നൽകി പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചാൽ അവർക്ക് ജോലി ലഭിക്കും, അഡ്വൈസ് കിട്ടും എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുകയാണ്. അവരെ എല്ലാവരെയും നിരാശരാക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഈ ഗവൺമെൻറ് PSCയുമായിട്ട് ചെയ്തിട്ടുള്ളൂ. തെറ്റായ കാര്യം, ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചു, പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നല്ലാതെ ജീവനക്കാരെയോ ഉദ്യോഗാർത്ഥികളെയോ പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ചത്, എനിക്ക് കുറച്ചാൾ മുമ്പ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2001 AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞാൻ PSC മെമ്പറാകുന്ന കാര്യം അന്ന് മന്ത്രിയായിരുന്ന ശ്രീ K സുധാകരനോട് ഞാൻ പറഞ്ഞു. ഞാൻ DCC പ്രസിഡൻ്റാണ്. അദ്ദേഹം മന്ത്രിയായപ്പോൾ ഞാൻ കണ്ണൂർ DCC പ്രസിഡൻ്റാണ്. അപ്പോൾ ഇങ്ങനെ PSC എനിക്കൊരു ആകർഷകമായ പോസ്റ്റാണ്. ജീവിക്കാനൊക്കെ വക്കീൽ പണി കൊണ്ടും വേണമെങ്കിൽ സാധിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ അതിൻ്റെ ഒരു മാന്യത മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്വാസി ജുഡീഷ്യൽ പോസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു മെമ്പറാകുമോ എന്ന കാര്യം ചോദിച്ചപ്പോൾ അന്ന് വേറെ അയോഗ്യത കൊണ്ടല്ല, എന്നോട് അദ്ദേഹം പറഞ്ഞു, താൻ മാറിയ പിന്നെ ആരാ DCC പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു. അതുകൊണ്ട് എൻ്റെ ചാൻസ് ഞാൻ പോയില്ല. അപ്പോൾ പോയിരുന്നെങ്കിൽ എനിക്ക് നല്ല പെൻഷൻ കിട്ടുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ പോകാൻ പറ്റാത്ത പ്രായവുമായി. ഏതായാലും ഇത്തരത്തിലുള്ള അനീതികൾ അവസാനിപ്പിക്കണം. ആശാ വർക്കർമാർ ഈ സമരപന്തലിൽ എത്ര നാളായി സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ? അവരൊരു ദിവസം 232 രൂപ മാത്രമാണ് ആശാ വർക്കർമാർക്ക് കൂലിയായിട്ട് ലഭിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരാണ്. നമുക്കെല്ലാം അറിയാം, കോവിഡ് കാലത്ത് കഠിനാധ്വാനം ചെയ്ത ആശാ വർക്കർമാർക്ക് ഒരു ചെറിയ വർധനവ്, നാമമാത്ര വർധനവ് ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ അവരെ ആക്ഷേപിക്കുകയാണ്. ആ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവരെ അധിക്ഷേപിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് എങ്കിൽ എന്ത് ചെയ്തിട്ടാണ് ഈ PSC ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളം ഗവർണറേക്കാൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനേക്കാൾ വർദ്ധിപ്പിച്ച് നൽകിയത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുൻപിൽ സർക്കാർ ഉത്തരം പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ
അടിച്ചമർത്തുന്നവരെ ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്ത് നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്.